Hi friends, good morning. Today we are going to discuss about what are the pricing methods. അതായത് പ്രൈസിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റായിട്ട് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ പ്രൈസിങ് മെത്തേഡ്സ് ആർ ദ വേ ഇൻ വിച്ച് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിങ് ഓൾ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസ്, കോമ്പറ്റീഷൻ, target audience, product life cycle, firm's vision of expansion, etc. influencing the pricing strategy as a whole. അതായത് ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കാണുന്നത് ഈ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ്. അത് ഒന്നിക്കുക പ്രൊഡക്റ്റോ സർവീസ് ആവാം, കോമ്പറ്റീഷൻ ആവാം, ടാർഗറ്റ് ഓഡിയൻസ് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആവാം. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് കണക്കാക്കുന്നത്, ആ രീതിയെയാണ് നമ്മൾ പ്രൈസിങ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിങ് മെത്തേഡ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2 പാർട്സ്. അതായത് ഈ പ്രൈസിങ് മെത്തേഡിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡും രണ്ടാമത്തത് മാർക്കറ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡും. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡിനെ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ് ആൻഡ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മാർക്കറ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്. മാർക്കറ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിനെയും ഇതേപോലെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്, വാല്യൂ പ്രൈസിങ്, ഗോയിങ് റേറ്റ് പ്രൈസിങ്, ഓപ്ഷൻ ടൈപ്പ് പ്രൈസിങ് ആൻഡ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. അതിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡ്. Many firms consider the cost of production as a base for calculating the price of finished goods. Cost-oriented pricing method cover the following way of pricing. അതായത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ബേസായിട്ട് എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വണ്ണാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പ്രൈസിങ് മെത്തേഡ് വെയറിൻ ദ മാനുഫാക്ചറർ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകേർഡ് ആൻഡ് ആഡ് എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് മാർക്കപ്പ് ടു it to realize the selling price. The markup is the percentage of profit calculated on total cost, that is fixed and variable cost. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗുഡ്സിൻ്റെ കോസ്റ്റ് കാണുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ എത്രയാണോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകേർഡ് ചെയ്തത് അതിൻ്റെ കൂടെ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് മാർക്കപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കാണുന്നത്. മാർക്കപ്പ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ കോസ്റ്റാണ് മാർക്കപ്പ്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് എ ഈസ് ₹500 വിത്ത് എ മാർക്കപ്പ് ഓഫ് 25% ഓൺ ടോട്ടൽ കോസ്റ്റ്. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് സെല്ലിംഗ് പ്രൈസ് കാണുന്നത് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു മാർക്കപ്പ് പെർസെൻറ്റേജ്. അതായത് 500ൻ്റെ 25% കണ്ടിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിൽ രണ്ടാമത്തെ പ്രൈസിങ് മെത്തേഡാണ് മാർക്കപ്പ് പ്രൈസിങ്. This pricing method is the variation of cost plus pricing wherein the percentage of markup is calculated on the selling price. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ വേരിയേഷനാണ്. ഇതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്കപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ ചോക്ലേറ്റ് ഈസ് ₹16 ആൻഡ് പ്രൊഡ്യൂസർ വാണ്ട്സ് ടു ഏൺ ദ മാർക്കപ്പ് ഓഫ് 20% ഓൺ സെയിൽസ്, ദെൻ ദ മാർക്കപ്പ് വിൽ ബി. അതായത് ഒരു ചോക്ലേറ്റിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 16 രൂപയാണ്.
അതിൻ്റെ മാർക്കപ്പ് എന്ന് പറയുന്നത് 20% ഓൺ സെയിൽസ് ആണ്. മാർക്കപ്പ് പ്രൈസ് കാണാനുള്ള ഇക്വേഷനാണ് മാർക്കപ്പ് പ്രൈസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡിസൈർഡ് റിട്ടേൺ ഓൺ സെയിൽസ്. അതായത് ഇവിടുത്തെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 16 16 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡിസൈർഡ് റിട്ടേൺ ഓൺ സെയിൽസ് എന്ന് പറയുന്നത് 20% ആണ്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് മാർക്കപ്പ് പ്രൈസ് എന്നുള്ളത് 20 കിട്ടും. Thus the producer will charge ₹20 for one chocolate and will earn a profit of ₹4 per unit. അതായത് പ്രൊഡ്യൂസർ ഒരു ചോക്ലേറ്റിന് ചാർജ് ചെയ്യുന്ന റുപ്പി എന്ന് പറയുന്നത് 20 ആണ്. അതിലൂടെ അവർ ഏൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ₹4 per യൂണിറ്റ് ആണ്. അതായത് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 16 ആണ്. അതിൽ നിന്നൊരു പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത് 20. അപ്പോൾ 20 മൈനസ് 60 4. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിലെ ലാസ്റ്റ് പ്രൈസിങ് മെത്തേഡാണ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. ഇൻ ദിസ് കൈൻഡ് ഓഫ് പ്രൈസിങ് മെത്തേഡ് ദ ഫേം സെറ്റ് ദ പ്രൈസ് ടു yield a required rate of return on investment from the sale of goods and services. അതായത് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്ങിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് സോപ്പ് മാനുഫാക്ചറർ ഇൻവെസ്റ്റർ ₹1 lakh ഇൻ ദ ബിസിനസ് ആൻഡ് എക്സ്പെക്റ്റ് 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ₹20,000. ദ ടാർഗറ്റ് റിട്ടേൺ പ്രൈസ് ഈസ് ഗിവൺ ബൈ. അതായത് ടാർഗറ്റ് റിട്ടേൺ പ്രൈസ് കാണാനുള്ള ഇക്വേഷനാണ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് റിട്ടേൺ ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെയിൽസ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസ്. അതായത് ഇവിടെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 60 ആണ്. 60 പ്ലസ് ഡിസൈർഡ് റിട്ടേൺ ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, അതായത് 20% ഇൻറ്റു ₹1 lakh ഡിവൈഡഡ് ബൈ ടാർഗറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹20 ആണ്. ഇത്രയും ആയാൽ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡ് കഴിഞ്ഞ്. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ 3 മെത്തേഡാണ് ഉള്ളത്: കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ് ആൻഡ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്.